രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണല്ലോ. ജനം വോട്ട് ചെയ്തു, ഫലം വന്നു, ഭൂരിപക്ഷം കിട്ടി. സാധാരണഗതിയിൽ ഇതിനുശേഷം നടക്കേണ്ടത് എന്താണ്? വിജയിച്ച കക്ഷി ഒരു നേതാവിനെ തീരുമാനിക്കുന്നു, രാജ്ഭവനിൽ പോകുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് നമ്മുടെ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇവിടെ കാര്യങ്ങൾ അല്പം വെറൈറ്റിയാണ്. ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പാർട്ടിക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയിട്ടും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ തെരുവിൽ പന്തം കൊളുത്തി തല്ലുകൂടുന്നത്? ഒരു വശത്ത് ഞാനാണ് ജനപ്രിയൻ എന്ന് പറഞ്ഞ് ഒരാൾ, മറുവശത്ത് എൻ്റെ കയ്യിലാണ് MLA മാർ എന്ന് പറഞ്ഞ് മറ്റൊരാൾ, ഇതിനിടയിൽ എനിക്കാണ് പ്രായക്കൂടുതൽ എന്ന് പറഞ്ഞ് വേറൊരാൾ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ സാധാരണ വോട്ടർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഇവരെയാണോ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വരണം. അവർ ഓരോരുത്തരെയും വിളിച്ച് രഹസ്യം ചോദിക്കണം. എന്നിട്ട് ആ റിപ്പോർട്ട് വിമാനത്തിൽ കയറ്റി ഡൽഹിക്ക് കൊണ്ടുപോകണം. അവിടെ ഇരുന്ന് ഹൈക്കമാൻഡ് ഒരു പേര് കടലാസിൽ എഴുതി വിടണം. അതുവരെ കേരളം നാഥനില്ലാ കളരിയായി തുടരും. എന്താണ് കോൺഗ്രസിനുള്ളിൽ ശരിക്കും സംഭവിക്കുന്നത്? ആ നാടകങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. തിരുവനന്തപുരത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ നടന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം മല്ലികാർജുൻ ഖാർഗെക്ക് വിട്ടുകൊടുത്ത് ഒരു ഒറ്റവരി പ്രമേയം പാസാക്കി എല്ലാവരും കൈകഴുകി. സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോലുമാകാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇപ്പോൾ രംഗത്തുള്ളത് 3 പേരാണ്. VD സതീശൻ, KC വേണുഗോപാൽ, പിന്നെ രമേശ് ചെന്നിത്തലയും. സതീശന്റെ ആരാധകർ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് കണ്ടാൽ തോന്നും ഇത് വല്ല ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനലുമാണെന്ന്. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് ഫ്ലെക്സ്. എന്നാൽ ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ട KC വേണുഗോപാൽ MLA മാരുടെ പിന്തുണയുമായി കളം നിറയുകയാണ്. 52 MLA മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC പക്ഷം അവകാശപ്പെടുന്നത്. ഇനി ഇതിനിടയിലാണ് മുതിർന്ന നേതാവ് AK ആന്റണിയുടെ എൻട്രി. സീനിയോറിറ്റിയും ഭരണപരിചയവും വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നിത്തലയ്ക്ക് വേണ്ടി ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. 2021 ചെന്നിത്തലയെ മാറ്റിയ രീതി ശരിയായില്ലെന്ന് VM സുധീരനും PJ കുര്യനും കൂടി പറഞ്ഞതോടെ സംഗതി പുകിലായി. നിരീക്ഷകർ ഓരോ MLAയും മുറിയിൽ വിളിച്ച് രഹസ്യമായി അഭിപ്രായം ചോദിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കലാണോ അതോ റിയാലിറ്റി ഷോയിലെ വോട്ടെടുപ്പാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഏറ്റവും രസകരമായ കാര്യം സതീശന്റെ എതിർപ്പാണ്. നിരീക്ഷക സംഘത്തിലുള്ള ദീപാദാസ് മുൻഷി പക്ഷാപാതപരമായി പെരുമാറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം ഇപ്പോൾ തെരുവിലെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അണികൾ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്ന് ഹൈക്കമാൻഡ് പറയുന്നുണ്ടെങ്കിലും ഈ പുകിലൊന്നും അടങ്ങുന്ന മട്ടില്ല. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റിയ സതീശന്റെ ജനപ്രീതിയാണോ അതോ MLA മാരുടെ ഭൂരിപക്ഷമുള്ള വേണുഗോപാലിന്റെ സ്വാധീനമാണോ, അതുമല്ലെങ്കിൽ ആന്റണി പറയുന്ന സീനിയോറിറ്റിയാണോ ഹൈക്കമാൻഡ് വിലക്കെടുക്കുക? കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജനം ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ മാറ്റത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി കണ്ടാൽ ഇവർക്ക് ജനങ്ങളെക്കാൾ വലുത് സ്വന്തം ഗ്രൂപ്പാണെന്ന് പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇവർ കാണിക്കുന്ന ഈ താമസം വെറുതെയല്ല. ഇത് വെറും ഒരു കസേര കളി മാത്രമല്ല. വരാനിരിക്കുന്ന 5 വർഷം ആര് പാര വയ്ക്കും എന്നതിനു കൂടിയുള്ള റിഹേഴ്സലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോഴത്തെ ഈ ത്രികോണപ്പോര് കഴിഞ്ഞിട്ട് ഒരാൾ മുഖ്യമന്ത്രിയായാൽ ബാക്കിയുള്ളവർ അടങ്ങിയിരിക്കുമോ? ഇല്ല. അവിടെയാണ് കോൺഗ്രസിന്റെ ഐക്യം പപ്പടം പോലെ പൊടിയാൻ പോകുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായാൽ KC പക്ഷം ഡൽഹിയിൽ പാരപണിയും. KC വന്നാൽ സതീശൻ പക്ഷം ഇവിടെ കേരളത്തിൽ പണി തുടങ്ങും. ഇനി ഇതിനിടയിൽ ചെന്നിത്തല വന്നാലോ? രണ്ടുപേരും കൂടി അദ്ദേഹത്തെ പൂട്ടാൻ നോക്കും. ഇതിനിടയിലാണ് ഘടകകക്ഷികളുടെ അവസ്ഥ. പാവം മുസ്ലിം ലീഗ്, അവർ ജയിച്ച് റെഡിയായിരിക്കുകയാണ്. ഒന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ, ഞങ്ങൾക്ക് മന്ത്രിമാരാകേണ്ടേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ലീഗിന്റെ കാര്യത്തിൽ മാത്യു കുഴൽനാടൻ നടത്തിയ ആ ഒരു പ്രതികരണമുണ്ടല്ലോ, ലീഗ് തങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന്. അത് മുന്നണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളൽ ചെറുതൊന്നുമല്ല. സ്വന്തം വീട് കത്തുമ്പോഴാണ് അയൽക്കാരനെ ഉപദേശിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഇമെയിൽ ബോക്സ് ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും. സതീശൻ ഫാൻസും KC ഫാൻസും മത്സരിച്ച് ഇമെയിൽ അയക്കുകയാണ്. പണ്ട് സ്കൂൾ അഡ്മിഷന് ശുപാർശ കത്തുമായി പോകുന്നത് പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ അവസ്ഥ. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും ഈ ഗ്രൂപ്പ് വികാരം പാർട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡ് എന്നത് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്ന കേന്ദ്രമല്ല, മറിച്ച് ഗ്രൂപ്പ് നേതാക്കളുടെ പരാതികൾ കേൾക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസായി മാറിയിരിക്കുകയാണ്. ഇത്രയും നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ഹൈക്കമാൻഡിനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. ജനം വോട്ട് ചെയ്തത് ഒരു ശക്തമായ സർക്കാരിനാണ്, അല്ലാതെ ഡൽഹിയിൽ നിന്ന് വിധി വരുന്നത് വരെ പന്തം കൊളുത്തി നിൽക്കാനല്ല.
ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. തീരുമാനമെടുക്കാൻ അവർക്ക് പേടിയാണ് എന്നതാണ് വാസ്തവം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ കെ.സി. വേണുഗോപാലിന്റെ കൂടെയുള്ള 50-ലധികം MLA-മാർ പിണങ്ങുമോ എന്ന പേടി. ഇനി MLA-മാരുടെ പിന്തുണ നോക്കി കെ.സി. വേണുഗോപാലിനെ വാഴിച്ചാൽ തെരുവിൽ പന്തം കൊളുത്തി നിൽക്കുന്ന സതീശൻ ആരാധകരെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇനി നമ്മൾ നേരത്തെ ഹൈക്കമാൻഡിന്റെയും നേതാക്കളുടെയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ തെരുവുകളിൽ കാണുന്ന ചില കാഴ്ചകളുണ്ട്. അത് കണ്ടാൽ തോന്നും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, പകരം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന്. വോട്ടെണ്ണി കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടും ഇവിടുത്തെ കോൺഗ്രസ് അണികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ്. സാധാരണ ജയിച്ചു കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമല്ലേ ആഘോഷിക്കേണ്ടത്. പക്ഷെ ഇവിടെ നടക്കുന്നത് എൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഈ പന്തം കൊണ്ട് ഞാൻ പണി തരുമെന്ന മട്ടിലുള്ള ഭീഷണികളാണ്. സ്വന്തം പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ ഒരു അവസ്ഥ, ഇതിന് നമുക്ക് അണികളുടെ അമിത ആവേശം എന്ന് വിളിക്കണോ, അതോ പാർട്ടിയെ തകർക്കുന്ന ഗ്രൂപ്പിസം എന്ന് വിളിക്കണോ? നമ്മൾ ഇത്രയും നേരം കോൺഗ്രസിലെ ഗ്രൂപ്പ് കളികളെ കുറിച്ചും ഹൈക്കമാൻഡിന്റെ നിസ്സായ അവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഈ നാടകങ്ങൾക്കെല്ലാം അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷം എങ്ങനെയാണ് ഒരു വലിയ പരാജയമായി മാറുന്നത് എന്നതിന്റെ പാഠപുസ്തകമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളം വലിയൊരു ഭരണമാറ്റം ആഗ്രഹിച്ച് ഇവർക്ക് വോട്ട് നൽകി. പക്ഷെ ഇവർ ആ വിജയത്തിന്റെ ലഹരിയിൽ സ്വന്തം അണികളെ തെരുവിൽ തല്ലിച്ചും ഗ്രൂപ്പ് തിരിഞ്ഞ് വെല്ലുവിളിച്ചും സമയം കളയുകയാണ്. വോട്ട് ചെയ്ത ജനത്തിന് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു ഭരണമല്ല ഇവർക്ക് കസേര തന്നെയാണ് വലുതെന്ന്. ഈ ഒരു അവസ്ഥാവിശേഷം വരും കാലങ്ങളിൽ കോൺഗ്രസിന് നൽകാൻ പോകുന്ന തിരിച്ചടി വലുതായിരിക്കും. എന്തായാലും നിരീക്ഷകർ വന്നു പോയിട്ടും MLA-മാരുടെ അഭിപ്രായം കേട്ടിട്ടും തീരുമാനമാകാത്തത് എന്തിനാണ്? കാരണം ഇവിടുത്തെ നേതാക്കൾക്ക് പരസ്പരം വിശ്വാസമില്ല. ഒരാൾ അധികാരത്തിൽ വന്നാൽ ബാക്കിയുള്ളവരെ വെട്ടിനിർത്തുമോ എന്ന ഭയം. 2021 അനുഭവങ്ങൾ ഇവരെ ഇപ്പോഴും വേട്ടയാടുകയാണ്. അന്ന് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിന് ഇന്നും പഴി കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ആരെ തിരഞ്ഞെടുത്താലും കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പ്രതിപക്ഷം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇതിനിടയിൽ ഘടകകക്ഷികളുടെ നിലപാടുകൾ നോക്കുക. അവർക്കിത് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയും. UDF-ന്റെ ഐക്യം എന്ന് പറയുന്നത് ഈ 3 നേതാക്കളുടെ ഈഗോയ്ക്ക് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഓരോ മിനിറ്റിലും ബ്രേക്കിംഗ് ന്യൂസ് നൽകുകയാണ്. പക്ഷേ തീരുമാനത്തിന്റെ അന്തിമ കടലാസ് മാത്രം വരുന്നില്ല. ഇത് വെറും ഒരു കസേരകളിയല്ല, മറിച്ച് കോൺഗ്രസിന്റെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു വലിയ വീഴ്ചയാണ്. ഇനി അവസാനമായി ഒന്ന് പറയാം. ഹൈക്കമാൻഡ് നാളെ ഒരു പേര് പ്രഖ്യാപിച്ചേക്കാം. പക്ഷെ ആ പേര് വന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ തീരുമെന്ന് ആരും കരുതരുത്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് പരസ്പരം കാലുവാരുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നീങ്ങുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ ഈ വിജയം വെറും വെള്ളത്തിൽ വരച്ച വരയാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങേണ്ടവർ സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം കണ്ടു നിൽക്കുന്ന മലയാളിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ഈ രാഷ്ട്രീയ നാടകം കോൺഗ്രസിനെ എങ്ങോട്ട് നയിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.